ഇന്ന് സംസാരിക്കുന്ന ഈ ഒരു വിഷയം ഒരുപക്ഷെ നിങ്ങളെല്ലാവരും തന്നെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പല അവസരങ്ങളിലായി പലതരത്തിലുള്ള ആൾക്കാരെ പരിചയപ്പെടാറുണ്ട്. ചിലർ നമുക്കറിയാവുന്നതുപോലെ തന്നെ വളരെയധികം ചാമിങ് ആയിരിക്കും. വളരെ സൗന്ദര്യം കൊണ്ടും അവരുടെ ഇനിഷ്യൽ വ്യക്തിത്വ പ്രകടനങ്ങൾ കൊണ്ടും ഒക്കെ തന്നെ ഒരു ഗ്രൂപ്പിൽ വളരെയധികം ശ്രദ്ധ ആകർഷിക്കാൻ കഴിവുള്ള ആൾക്കാരായിരിക്കും. ബുദ്ധി കൊണ്ട് ഒരുപക്ഷെ ആവറേജിന് മുകളിൽ നിൽക്കുന്ന, അവരുടെ ബുദ്ധി പാടവം കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് അസാധ്യമെന്ന് തോന്നുന്നതൊക്കെ നിസ്സാരമായി ചെയ്ത് കാണിക്കാനും നേടിയെടുക്കാനും കഴിവുള്ള ആൾക്കാരും ഒക്കെ ആയിരിക്കും. നമ്മൾ അവരുടെ ചാമിങ് പേഴ്സണാലിറ്റിയിലും അവരുടെ കരിസ്മയിലും ഒക്കെ തന്നെ ആകൃഷ്ടരാകുകയും പിന്നീട് അവരെ അടുത്തറിയുന്ന സമയത്ത് ദൈവമേ, ഇയാൾ ഇങ്ങനെയുള്ള ഒരാളായിരുന്നു എന്ന് അന്തമിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഡാർക്ക് പേഴ്സണാലിറ്റി അഥവാ ഡാർക്ക് ട്രയാഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ ഡാർക്ക് ട്രയാഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്? പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ന് മറ്റ് യൂട്യൂബ് വീഡിയോകളൊക്കെ കണ്ട് തന്നെ നിങ്ങൾക്ക് പരിചിതമായിരിക്കും. എന്താണ് പേഴ്സണാലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പേഴ്സണാലിറ്റിക്ക് അകത്ത് വരുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ പലതരം വീഡിയോകളിലൂടെ ഇപ്പോൾ നിങ്ങൾ ഫെമിലിയർ ആയിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് ഡാർക്ക് ട്രയാഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി മോഡൽ. ഈ പേഴ്സണാലിറ്റി മോഡലിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഏറ്റവും പ്രധാനമായി വരുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു നാർസിസ്റ്റിക് എലിമെൻറ്റ് ഇൻ ദ പേഴ്സണാലിറ്റി. അതായത് എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ, എവിടെ പോയാലും എന്നെ ആൾക്കാർ ഒരു VIP പോലെ പരിഗണിക്കണം, ഞാനാണ് ആ സദസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന തോന്നലോടുകൂടി ജീവിക്കുകയും നടക്കുകയും ചെയ്യുന്ന ആൾ, എന്നെ കവിഞ്ഞ് മാത്രമേ മറ്റാർക്കെങ്കിലും പരിഗണന കിട്ടാവൂ എന്ന് വിശ്വസിക്കുകയും അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഏതറ്റം വരെയും പോകുന്ന തരത്തിലുള്ള പേഴ്സണാലിറ്റിയൊക്കെയാണ് നമ്മൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഡാർക്ക് ട്രയാഡ് പേഴ്സണാലിറ്റിയിൽ ഉൾപ്പെടുന്ന എലിമെൻ്റാണ് സൈക്കോപതി എന്ന് പറയുന്ന ഒരു എലിമെൻറ്റ്. സൈക്കോപതി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വേദന, മറ്റുള്ളവരുടെ വികാരം, ഇതൊക്കെ തന്നെ അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്ന ആൾക്കാരെയാണ് സൈക്കോപതിക് ആൾക്കാർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവരെ ശാരീരികമായോ മാനസികമായോ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ആ വേദന തിരിച്ചറിയാൻ കഴിയാത്തവർ, ആ വേദന അവർക്ക് സമ്മാനിക്കുകയും അതിനുശേഷം ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ പെരുമാറുകയും ചെയ്യുന്ന ആൾക്കാരെയൊക്കെയാണ് സൈക്കോപതിക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡാർക്ക് ട്രയാഡ് പേഴ്സണാലിറ്റിയുടെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഈ പറയുന്ന സൈക്കോപതി എലിമെൻ്റ് ആണ്. മൂന്നാമത്തെ ഇൻട്രസ്റ്റിംഗ് ബട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാർക്ക് ട്രയാഡ് പേഴ്സണാലിറ്റിയുടെ എലിമെൻ്റാണ് മാക്കിയവെല്ലിയനിസം എന്ന് പറയുന്ന എലിമെൻറ്റ്. കൂടുതലും ഇത് പൊളിറ്റിക്കലായി കാണപ്പെടുന്ന ഒരു ബിഹേവിയർ ആയിട്ടാണ് ഈ മാക്കിയവെല്ലിയനിസം എന്ന് പറയുന്നത് ചിത്രീകരിക്കുന്നത്. അതായത് മറ്റുള്ളവരെ സ്വന്തം നേട്ടത്തിനായി ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി അവരെ പറഞ്ഞു പറ്റിക്കുക, അല്ലെങ്കിൽ അവരെ കബളിപ്പിക്കുക, അവരെ ചീറ്റ് ചെയ്യുക, ഇത് സ്വന്തം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ വളരെ വിദഗ്ധമായി ചെയ്യാൻ കഴിയുന്ന തരം ആൾക്കാരെയാണ് മാക്കിയവെല്ലിയനിസം ഉള്ള ആൾക്കാർ എന്ന് പറയുന്നത്. ഈ 3 എലിമെൻറ്റും എല്ലാ മനുഷ്യരിലും ഒരല്പം സ്വല്പം അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ഉണ്ടാകും. പക്ഷേ ഡാർക്ക് ട്രയാഡ് പേഴ്സണാലിറ്റി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അത്തരം എലിമെൻറ്റുകൾ നിരന്തരം അവരുടെ സ്വഭാവത്തിൽ നിഴലിക്കുകയും അവരുടെ അത്തരം സ്വഭാവങ്ങൾ കാരണം കൂടെ ഉള്ളവർക്കോ, കൂടെ ജോലി ചെയ്യുന്നവർക്കോ, അല്ലെങ്കിൽ കൂടെ ജീവിക്കുന്നവർക്കോ, അവരുമായി ഇടപെടുന്ന മറ്റുള്ളവർക്കോ ഒക്കെ അതൊരു ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യുന്ന അവസരത്തിലാണ് അതിനെ ഡാർക്ക് ട്രയാഡ് പേഴ്സണാലിറ്റി എന്ന പേരിലൂടെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ഡാർക്ക് എന്ന് സൂചിപ്പിക്കുന്നത് തന്നെ മറ്റുള്ളവർക്കുണ്ടാകുന്ന വിഷമം, അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെയൊക്കെ സൂചിപ്പിക്കുന്നതിനെയാണ് ഡാർക്ക് ട്രയാഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഡാർക്ക് ട്രയാഡ് പേഴ്സണാലിറ്റിയെ പറ്റി അറിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമുക്ക് മറ്റുള്ളവരുടെ പേഴ്സണാലിറ്റിയെ പലതരത്തിൽ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനും മാറ്റിയെടുക്കാനും സാധിക്കും എന്നൊക്കെയാണ് ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള പല ആൾക്കാരും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുപോലൊരു മണ്ടത്തരം വേറെ ഇല്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് ഒരു വ്യക്തികളുടെയും പേഴ്സണാലിറ്റിയെ മാറ്റിയെടുക്കാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് പകരം ഒരുപക്ഷെ ഈ ഡാർക്ക് പേഴ്സണാലിറ്റിയിൽ നിങ്ങൾ കാണുന്ന നാർസിസിസ്റ്റിക് എലിമെൻ്റ് ഉള്ള ഒരാളിനെയോ അല്ലെങ്കിൽ സൈക്കോപതിക് ആയിട്ടുള്ള ഒരാളിനെയോ മാക്കിയവെല്ലിയനിസം കാണിക്കുന്ന ഒരാളിനെയോ നിങ്ങൾ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ
നിങ്ങളുടെ സമയവും നിങ്ങളുടെ ബുദ്ധിമുട്ടും കൂടും എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് മാനസികമായ പ്രയാസങ്ങൾ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ വശം. മറിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, ഇത്തരം ആൾക്കാരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ആരെങ്കിലുമായി ഇടപെടുന്നു എന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ക്രിയാത്മകമായി ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രൊഫഷണലായി ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കുക, അത് നന്നായി പ്രാവർത്തികമാക്കാൻ പരിശീലിക്കുകയും അത് ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റുകയും ചെയ്യുക എന്നുള്ള കാര്യമാണ്. രണ്ടാമതായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ഇത്തരത്തിലുള്ള ആൾക്കാരുമായി നമ്മൾ ഇടപെടുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ പരാജയങ്ങളൊക്കെ തന്നെ നമ്മൾ കാരണമാണ് സംഭവിച്ചത് എന്ന് ഡാർക്ക് ട്രയഡ് പേഴ്സണാലിറ്റിയിലുള്ളവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് നിങ്ങളുടെ ഭർത്താവാണ് എങ്കിൽ, അല്ലെങ്കിൽ ഡാർക്ക് ട്രയഡ് പേഴ്സണാലിറ്റി ഉള്ള ഒരു ഭാര്യയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ ബോസോ അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോകുമ്പോൾ ഇൻ്ററാക്ട് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഡാർക്ക് ട്രയഡ് പേഴ്സണാലിറ്റി ഭാഗമായിട്ടുള്ളവരാണ് എങ്കിൽ അവിടെ സംഭവിക്കുന്ന കുഴപ്പങ്ങളുടെ എല്ലാം കാരണം നിങ്ങളുടെ കുഴപ്പമാണ് എന്ന് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് നമ്മൾ ഒരു സ്വയം ഇരയായി മാറുന്ന രീതിയിൽ ചിന്തിച്ച് നമ്മളൊരു ചെറിയ കൂടിനുള്ളിൽ നമ്മുടെ മനസ്സിനെ നിർത്താതെ നമ്മൾ അതിൽ നിന്നും പുറത്തു വന്ന് നമ്മൾ കാരണമല്ല ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ച് തുടങ്ങുക എന്ന് പറയുന്നതാണ് രണ്ടാമതായി ഡാർക്ക് പേഴ്സണാലിറ്റിയിൽ പെടുന്ന ആൾക്കാരുമായി ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പോസിറ്റീവായ കാര്യം. നിങ്ങളെപ്പോഴെങ്കിലും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെയുള്ള ഏതെങ്കിലും അവസരത്തിൽ ഡാർക്ക് ട്രയഡ് പേഴ്സണാലിറ്റിയിലുള്ള ആരെങ്കിലുമായി നിങ്ങൾക്ക് ഇടപെടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അവരെ ഇതുവരെ ഡീല് ചെയ്തിരുന്നത്? ഈ വീഡിയോ കണ്ടതിന് ശേഷം ഡാർക്ക് ട്രയഡ് പേഴ്സണാലിറ്റിയിലുള്ളവരുമായി ഡീല് ചെയ്യാൻ നിങ്ങൾ ഏത് മെത്തഡോളജി ആയിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്? പ്ലീസ് ഡു കമൻറ്റ്. നമുക്ക് വീണ്ടും പുതിയ ഒരു വീഡിയോയുമായി അടുത്ത ആഴ്ച കാണാം. Thank you so much for watching.